DD റിയോളോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്റ്റേറ്റ് മെറിറ്റ് സ്കോളർഷിപ്പിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. ഈ സ്കോളർഷിപ്പിനെ കുറിച്ചുള്ള വിശദമായ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത്. അതിനു മുമ്പ് ഈ ചാനൽ ആദ്യം കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്യുകയും ചെയ്യുമല്ലോ. വീഡിയോയിലേക്ക് പോകാം. സംസ്ഥാനത്തെ എല്ലാ സർക്കാർ എയ്ഡഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലും മ്യൂസിക്, സംസ്കൃത കോളേജുകളിലും ബിരുദ കോഴ്സുകളിൽ 2023-24 അധ്യയന വർഷം ഒന്നാം വർഷ ക്ലാസ്സിൽ പ്രവേശനം ലഭിച്ച വിദ്യാർത്ഥികളിൽ നിന്നും സ്റ്റേറ്റ് മെറിറ്റ് സ്കോളർഷിപ്പിന് വേണ്ടി അപേക്ഷകൾ ക്ഷണിക്കുന്നു. അപേക്ഷകൾ കോളേജ് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ സ്കോളർഷിപ്പ് വെബ്സൈറ്റായ www.dcescholarship.kerala.gov.in എന്ന സൈറ്റിൽ സ്റ്റേറ്റ് മെറിറ്റ് സ്കോളർഷിപ്പ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് 2/2/24 മുമ്പായി അപേക്ഷ സമർപ്പിക്കുക. അപേക്ഷകർ 2023-24 അധ്യയന വർഷത്തിൽ സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾ, മ്യൂസിക്, സംസ്കൃതം കോളേജുകൾ ഇവയിലേതെങ്കിലും ഒന്നാം വർഷ ബിരുദ വിദ്യാർത്ഥികളായിരിക്കണം. യോഗ്യതാ പരീക്ഷയിൽ 85% മാർക്ക് നേടിയിരിക്കണം. സ്കോളർഷിപ്പ് തുക പ്രതിവർഷം 10,000 രൂപയാണ്. ബന്ധപ്പെട്ട മറ്റു വിവരങ്ങൾ: അപേക്ഷകർക്ക് IFSC കോഡ് സൗകര്യമുള്ള ബാങ്കുകളിൽ ഏതെങ്കിലും ഒന്നിൽ സ്വന്തം പേരിൽ അക്കൗണ്ട് ഉണ്ടായിരിക്കണം. 1:1:1 എന്ന ക്രമത്തിൽ സയൻസ്, കൊമേഴ്സ്, ഹ്യൂമാനിറ്റീസ് എന്നീ വിഷയങ്ങളിൽ നിന്നുമാണ് വിദ്യാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത്. +2 മാർക്കിൻ്റെ അടിസ്ഥാനത്തിൽ സർക്കാർ എയ്ഡഡ് ആർട്സ് ആൻഡ് സയൻസ്, മ്യൂസിക്, സാൻസ്ക്രിറ്റ് കോളേജുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഡിഗ്രി തലം മുതൽ തുടർച്ചയായി 5 വർഷത്തേക്കാണ് ഈ സ്കോളർഷിപ്പ് അനുവദിക്കുന്നത്. 95% അതിലധികവും മാർക്കുള്ള വിദ്യാർത്ഥികൾക്ക് പ്രതിവർഷം 10,000 രൂപ വരുമാന പരിധി കണക്കാക്കാതെ 1,050 വിദ്യാർത്ഥികൾക്ക് അനുവദിക്കുന്നു. 90% അതിലധികവും മാർക്കുള്ള വിദ്യാർത്ഥികൾക്ക് പ്രതിവർഷം 10,000 രൂപ 2.5 ലക്ഷം രൂപ വരുമാന പരിധി നിശ്ചയിച്ച് 1,050 വിദ്യാർത്ഥികൾക്ക് അനുവദിക്കുന്നതാണ്. 85% അതിലധികവും മാർക്കുള്ള BPL വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പ്രതിവർഷം 10,000 രൂപ വീതം 1,050 വിദ്യാർത്ഥികൾക്ക് അനുവദിക്കുന്നതാണ്. അക്കാദമിക യോഗ്യതയിൽ നേടിയ മാർക്കിൻ്റെ അടിസ്ഥാനത്തിലാണ് നിശ്ചയിക്കുന്നത്. മറ്റ് ഏതെങ്കിലും തരത്തിലുള്ള സ്കോളർഷിപ്പുകളോ സ്റ്റൈപ്പൻഡുകളോ കൈപ്പറ്റുന്ന വിദ്യാർത്ഥികൾക്ക് ഈ സ്കോളർഷിപ്പിന് അർഹതയില്ല. വിദ്യാർത്ഥികൾക്ക് അപേക്ഷകൾ ഓൺലൈനായി 2/2/2024 മുതൽ അപേക്ഷിക്കാവുന്നതാണ്. ഇതിനായി www.dcescholarship.kerala.gov.in എന്ന വെബ്സൈറ്റിലെ സ്റ്റേറ്റ് മെറിറ്റ് സ്കോളർഷിപ്പ് എന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക. അപ്ലൈ ഓൺലൈനിൽ ക്ലിക്ക് ചെയ്യുക. മറ്റു സ്കോളർഷിപ്പിനായി മുമ്പ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിവരങ്ങൾ വെച്ച് കാൻഡിഡേറ്റ് ലോഗിൻ ചെയ്യുക. അല്ലെങ്കിൽ ന്യൂ രജിസ്ട്രേഷനിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്ത് സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക. സ്കോളർഷിപ്പ് പേജിൽ സ്റ്റേറ്റ് മെറിറ്റ് സ്കോളർഷിപ്പ് എന്ന ടാബിൽ ക്ലിക്ക് ചെയ്യുക. കുടുംബ വാർഷിക വരുമാനം പൂരിപ്പിക്കുക. സബ്മിറ്റ് ക്ലിക്ക് ചെയ്യുക. ഓൺലൈനിലൂടെ അപേക്ഷ നൽകിയതിനു ശേഷം വ്യൂ ഓർ പ്രിൻ്റ് ആപ്ലിക്കേഷൻ ക്ലിക്ക് ചെയ്ത് രജിസ്ട്രേഷൻ ഫോമിൻ്റെ പ്രിൻ്റ് എടുത്തിരിക്കണം. രജിസ്ട്രേഷൻ ഫോമിൻ്റെ പ്രിൻ്റ് അനുബന്ധ രേഖകളും വിദ്യാർത്ഥി ഇപ്പോൾ പഠിക്കുന്ന സ്ഥാപന മേധാവിക്ക് സമർപ്പിക്കേണ്ടതാണ്. വിദ്യാർത്ഥി സമർപ്പിച്ചിരിക്കുന്ന രേഖകളും രജിസ്ട്രേഷൻ പ്രിൻ്റ് ഓൺലൈൻ വഴി സ്ഥാപന മേധാവിയോ അദ്ദേഹം ചുമതലപ്പെടുത്തിയിരിക്കുന്ന ഉദ്യോഗസ്ഥനോ പരിശോധിക്കേണ്ടതാണ്. അപേക്ഷകൻ്റെ 6 മാസത്തിനകം എടുത്ത പാസ്പോർട്ട് സൈസ് ഫോട്ടോ പതിച്ച രജിസ്ട്രേഷൻ പ്രിൻ്റ് SSLC മാർക്ക് ലിസ്റ്റിൻ്റെയും +2 മാർക്ക് ലിസ്റ്റിൻ്റെയും സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ്, അപേക്ഷകൻ്റെ സ്വന്തം പേരിലുള്ള ബാങ്ക് പാസ്ബുക്കിൻ്റെ 1-ാമത്തെ പേജിൻ്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ്, നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, അപേക്ഷകർ BPL കുടുംബത്തിൽപ്പെട്ട അംഗമാണെന്ന് തെളിയിക്കുന്നതിന് പഞ്ചായത്ത് സെക്രട്ടറി അല്ലെങ്കിൽ ബ്ലോക്ക് ഡെവലപ്മെൻറ്റ് ഓഫീസറിൽ നിന്ന് ലഭിച്ച സർട്ടിഫിക്കറ്റ്, വരുമാന സർട്ടിഫിക്കറ്റ്, യോഗ്യതാ പരീക്ഷയിൽ ലഭിച്ച മാർക്ക് ലിസ്റ്റിൻ്റെ സ്വയം സാക്ഷ്യപ്പെടുത്തിയ പകർപ്പ്, ആധാർ കാർഡിൻ്റെ കോപ്പി. ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 15/2/2024 ആണ്. രജിസ്ട്രേഷൻ പ്രിൻ്റ് മറ്റ് അനുബന്ധ രേഖകളും സ്ഥാപന മേധാവിക്ക് സമർപ്പിക്കേണ്ട അവസാന തീയതി 16/2/2024 ആണ്. അർഹരായ എല്ലാ വിദ്യാർത്ഥികളും എത്രയും വേഗം അപേക്ഷ സമർപ്പിക്കുക. എല്ലാ വിഭാഗക്കാർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്ന നിരവധി സ്കോളർഷിപ്പ് വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും വരാം. നന്ദി.